നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാൽ, കുടുംബക്കാരാൽ, സുഹൃത്തുക്കളാൽ, രക്ഷിക്കുമെന്ന് പറഞ്ഞ കരങ്ങളാൽ. തിരസ്കരണത്തിന്റെ ആഴത്തിൽ ചിലപ്പോൾ നമ്മൾ രോഗത്തിലേക്ക് പോയിട്ടുണ്ട്. തിരസ്കരണം സഹിക്കാൻ കഴിയാതെ മരിച്ചാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. തിരസ്കരണത്തിന്റെ പേരിൽ വർഷങ്ങളോളം മൗനത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. എന്നാൽ തിരസ്കരണത്തിന് ശേഷം ക്രിസ്തു എന്താണ് ചെയ്തത്? മാറ്റി നിർത്തിയപ്പോൾ ഉണ്ടായ മുറിവിൽ സ്നേഹതൈലം പുരട്ടി അവൻ വീണ്ടും ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഓരോ പട്ടണങ്ങളിലേക്കും പോയി. പ്രവൃത്തി അവനവിടെ നിർത്തിയില്ല. ഒരു തിമിംഗലം വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചു നടക്കുകയാണ്. അപ്പോഴാണ് ഉപരിതലത്തിൽ ഒരു കോർക്ക് കിടക്കുന്നത് അവൻ കണ്ടത്. ആ കോർക്ക് കടിച്ച് അവൻ ആഴത്തിലേക്ക് പോയി. ആഴത്തിൽ ചെന്ന് കടിവിട്ടപ്പോൾ കോർക്ക് മുകളിലേക്ക് വന്നു. തിമിംഗലം വീണ്ടും മുകളിൽ വന്നു. കോർക്കിന് വീണ്ടും വായിലാക്കി. എന്നിട്ട് അവൻ കൂടുതൽ ആഴത്തിലേക്ക് പോയി. ആഴത്തിൽ അടിയിൽ ചെന്ന് അവൻ കടിവിട്ടു. അപ്പോൾ കോർക്ക് വീണ്ടും മുകളിലേക്ക് വന്നു. ഇതങ്ങനെ തുടർന്നു. ഒത്തിരി തവണയായപ്പോൾ തിമിംഗലൻ കോർക്കിനോട് ചോദിച്ചു, എത്രമാത്രം ആഴത്തിൽ നിന്നെക്കൊണ്ട് ഞാൻ കളഞ്ഞിട്ടും പിന്നെയും എങ്ങനെയാണ് പെട്ടെന്ന് നീ മുകളിലേക്ക് വരുന്നത്? അപ്പോൾ കോർക്ക് പറഞ്ഞു, ഞാൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. എന്നെ നിർമ്മിച്ചിരിക്കുന്ന വസ്തു അങ്ങനെയുള്ളതാണ്. എത്ര ആഴത്തിൽ പോയാലും വേഗത്തിൽ മുകളിൽ വരാൻ സാധിക്കും. എത്രയൊക്കെ ആഴത്തിൽ നിങ്ങളെ മനുഷ്യർ ചവിട്ടിത്താഴ്ത്തിയാലും നിങ്ങളെ ഉയർത്താൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. കാരണം നമ്മളൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കരം കൊണ്ടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതാണ് ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഒറ്റവഴി കഥ. ദൈവം അവന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതാണ് ബൈബിൾ പറഞ്ഞു തരുന്ന സത്യം. നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്താലാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ താണുപോവുകയില്ല. കാരണം ദൈവത്തിന്റെ കരം നമ്മളെ ഉയർത്തും. ഒരു രാജാവ് തന്റെ അംഗരക്ഷകരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നാട്ടിലേക്ക് പോകണം. 3 ആഴ്ച സമയത്ത്. ഒന്നാമനോട് പറഞ്ഞു, നീ പോയി നാട്ടിലുള്ള എല്ലാ കളകളുടെയും മുള്ളുകളുടെയും വിത്ത് ശേഖരിക്കണം. രണ്ടാമനോട് പറഞ്ഞു, നീ പോയി നാട്ടിലുള്ള എല്ലാ പൂച്ചെടികളുടെയും വിത്ത് ശേഖരിക്കണം. 3 ആഴ്ച സമയം. 3 ആഴ്ച കഴിഞ്ഞ് അവർ തിരിച്ചെത്തി. ഒന്നാമനോട് രാജാവ് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? അവന്റെ കൈ നിറയെ കളകളുടെയും മുള്ളുകളുടെയും വിത്തുകൾ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എളുപ്പമായിരുന്നു. കാരണം നമ്മുടെ രാജ്യം മുഴുവൻ കളകളും മുള്ളുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. രണ്ടാമനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ പറഞ്ഞു, എളുപ്പമായിരുന്നു. അവന്റെ കൈ നിറയെ പൂച്ചെടികളുടെ വിത്തുകൾ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, രാജാവേ, ഞാൻ നാട്ടിൽ നോക്കി, നമ്മുടെ നാട് മുഴുവൻ ചെടികൾ അങ്ങനെ പൂത്തു നിൽക്കുന്നു. അതുകൊണ്ട് എളുപ്പമായിരുന്നു. എല്ലാ ചെടികളുടെയും വിത്തുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് നോക്കുന്നോ അതേ കാണും. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നോ അതേ നിങ്ങൾ കണ്ടെത്തുകയുള്ളൂ. നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ